ഹായ് ഗൈസ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അടുക്കളയിലൊക്കെ ഒന്ന് കയറിയിട്ട് വലിയ പരിചയമൊന്നുമില്ല, എന്നാലും ഒന്ന് കയറാം. അപ്പോൾ രാവിലെ കുഞ്ഞ് ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വെച്ചു. അപ്പമാണ്. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കി ഗൈസ്. അത് എന്തപ്പമാണെന്ന് എനിക്കറിയില്ല. അത് പൂവപ്പമാണ്. ഞാൻ എവിടെയോ കണ്ടുപഠിച്ചതാണ്. പിന്നെ കൊഞ്ച് കറിയാണ്, കൊഞ്ച് തീയലാണ് കുഞ്ഞ് വെക്കുന്നത്. അപ്പോഴത്തേക്കും ഞാനും ഒന്ന് പോയി ഇളക്കി കൊടുക്കാൻ, ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞാ ഇതൊക്കെ എങ്ങനെയാണ് വെക്കണേന്നൊന്ന് പഠിപ്പിച്ച് തരൂ. കേട്ടതോടെ മതിയായി, ഭയങ്കര പാടാണ് ഇതൊക്കെ വെക്കാൻ, എന്തായില്ലേ. അപ്പം ഞാൻ പിന്നെ അപ്പുറത്ത് അപ്പം നോക്കി. പിന്നെ നമുക്ക് എന്തുവാ അപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്ന്. അപ്പോഴത്തേക്കും കുഞ്ഞെ ഒന്ന് പോയി ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാമല്ലോ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് ഞാൻ പോയി അവളോട് കൊച്ചു ടി വി കാണായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ ഫേവറേറ്റ് കാർട്ടൂണാണ്. അപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് തുണിയൊക്കെ കഴുകി ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ആപ്പിൾ പിന്നെ തിന്നാമെന്ന് വിചാരിച്ച് ആപ്പിൾ കഴിച്ച്. പിന്നെ വിചാരിച്ച് സെൽഫ് കെയർ അങ്ങോട്ട് തുടങ്ങും. അങ്ങനെ ഞാൻ കുറച്ച് കടലമാവും തൈരും കൂടെ എടുത്ത് പാത്രത്തിൽ വിട്ട്. അമ്മ പറയാണ്, അവളെ കുറേ തൈരും എടുത്തിട്ട് മുഖത്തോട്ട്, എന്നാൽ മുഖത്തൊന്നും കാണാനും ഇല്ലല്ലോ എന്ന് പറയും. അങ്ങനെ ഇത് ആരും കണ്ട് പേടിക്കേണ്ട ഗൈസ്, ഇത് ഞാൻ തന്നെയാണ്. എങ്ങനെയുണ്ട് എൻ്റെ രണ്ട് കൊമ്പ്, എങ്ങനെയുണ്ട് ഗൈസ്? നല്ല സൂപ്പറല്ലേ? ആരും പേടിക്കേണ്ട, ഇത് ആരതി തന്നെയാണ്, ആരതി തന്നെയാണ്, വേറെ ആരുമല്ല. എന്തൊക്കെയില്ല ആ കണ്ണാടിയുടെ മുമ്പിൽ കിടന്ന് കാണിക്കാൻ. ഞാൻ ഒരു മിറർ അഡിക്റ്റ് ആണെന്ന് തോന്നുന്നു. ഫോണും കണ്ണാടി കണ്ട അവിടെ കിടക്കും. അപ്പോൾ ആ മുഖത്ത് കിടക്കുന്ന സാധനമൊന്നും ഉണങ്ങണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് പകുതി തിന്നാന്ന്. അങ്ങനെ അത് തിന്നു ഗൈസ്. പിന്നെ അത് കഴിവിക്കൊണ്ടിപ്പോൾ ഞാൻ സുന്ദരി ആയില്ലേ. എങ്ങനെയുണ്ട് എൻ്റെ മുഖം? കുറച്ച് ടാനൊക്കെ പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, സുന്ദരിയായി ഞാൻ. പിന്നെ വീണ്ടും സിനിമ കാണായിരുന്നു. ഏതോ ഒരു സിനിമ, ഏത് സിനിമ? ദിലീപിൻ്റെ ഏതൊരു സിനിമയാണ്. പിന്നെ അത് ഫുള്ളങ്ങ് കണ്ട് തീർക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ജേർണലിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം എഴുതാമെന്ന്. ഇതെൻ്റെ ബുക്കാണ് മിസ്, ഞാൻ ആർക്കും കൊടുക്കില്ല. അങ്ങനെ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം ഇതൊക്കെ ഇരുന്ന് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ ഗൈസ്, ബൈ.